നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ചാരവശാൽ ബുധൻ സ്വന്തം നിജക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന ബുധൻ 20 ദിവസക്കാലമാണ് തൻ്റെ നിജരാശിയായ മീനത്തിൽ നിൽക്കുന്നത്. പക്ഷെ ബുധനെ നിജരാശിയിലാണെങ്കിലും ബുധൻ്റെ ഓരോ മാറ്റവും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ബുധ ഫലതസ്തു സർവത, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാൽ ബുധൻ്റെ ഈ അരിഷ്ടതകൾ, നിജരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബുധനെ കൊണ്ടാണ് എല്ലാതരം വിദ്യകളും നാം ചിന്തിക്കുന്നത്. വചനം ജ്ഞാനമിന്ദോസ്തനൂജ, വചനം, വാക്ക്, അറിവ്, ഇതൊക്കെ ബുധൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു. ബുധനെ കൊണ്ടാണ് വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ടെക്നിക്കലായ സ്റ്റഡീസ്, പ്രിൻറ്റിങ് മുതൽ എല്ലാ മേഖലകളിലും ഒക്കെ ചിന്തിക്കുന്നത്. ഫോറൻസിക്കുമായി ബന്ധപ്പെടുന്ന സ്റ്റഡീസിനൊക്കെ തന്നെ ബുധൻ ജ്യോതിഷത്തിൽ നല്ല സ്ഥാനത്തായിരിക്കണം. ഈവൻ ഒരു ജ്യോതിഷിക്ക് ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ മാത്രമേ നന്നായി ഫലപ്രവചനം നടത്തുവാൻ കഴിയുകയുള്ളൂ. അത്രത്തോളം ബുധൻ ദ ഇൻ്റലക്ച്വൽ പ്ലാനറ്റ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ ബുധൻ അത്രയധികം ദുർബലമായി നീചരാശിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഈ ബുധഗ്രഹത്തെ നമുക്ക് സന്തോഷിപ്പിക്കാം? ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ എന്താകുന്നു ആ ശക്തമായ നരസിംഹ മന്ത്രം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യുർ നമാമ്യഹം എന്ന നരസിംഹ മന്ത്രം ഇവിടെ നിർബന്ധമായും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ഉരുവിടുക. ബുധനെ കൊണ്ട് ജ്യോതിഷത്തിൽ ശ്രീരാമാദ്യ അവതാരം വിഷ്ണുര് ഇതരക്ഷേത്രേഷു ചന്ദ്രാത്മജ എന്നാണ് പറയുന്നത്. വ്യാഴം മഹാവിഷ്ണുവാകുന്നു, ജീവോ നാരായണ. പക്ഷേ ബുധനെ കൊണ്ടാണ് ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു, അവതാര ദൈവങ്ങളെ ചിന്തിക്കേണ്ടത്. ശ്രീരാമൻ മുതൽ കൽക്കി വരെയുള്ള 10 അവതാരങ്ങളെയും നാം ചിന്തിക്കേണ്ടത് ബുധനെ കൊണ്ടാണ്. അതിനാൽ പെട്ടെന്ന് ഫലം ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയുക, ഈ ബുധൻ്റെ നീചരാശി സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. അവിടെ നരസിംഹസ്വാമിക്ക് മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായി നരസിംഹ മന്ത്രം ജപിക്കണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്രം. ഏതായാലും ഈ ബുധൻ്റെ നിജരാശിയിലുള്ള മീനൻ രാശിയിലേക്കുള്ള ഈ മാറ്റം 20 ദിവസക്കാലം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത് ഓരോ രാശികൾക്കും എന്നാണ് നാം പരിശോധിക്കുന്നത്. ബുധൻ 2026 ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 30-ാം തീയതി വരെയുള്ള 20 ദിവസക്കാലമാണ് നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. മീനമാസം 27-ാം തീയതി മുതൽ മേടമാസം 17-ാം തീയതി വരെയുള്ള 20 ദിനങ്ങൾ. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ പിന്നെ 2.25 നക്ഷത്ര സമൂഹം. വൃശ്ചികൻ രാശിക്കാർക്ക് ചാരവശാൽ ബുധൻ നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. എന്ത് വന്നാലും 5-ാം ഭാവം ശുഭഭാവമാണ് ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് അവരുടെ ലാഭാധിപനാണ്, അവർക്ക് ലാഭമുണ്ടാക്കും. മറ്റൊന്ന് അവരുടെ അഷ്ടമാധിപനാണ്, കഷ്ടപ്പാടുകളുണ്ടാക്കും. ഏത് രീതിയിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കും? വയസ്സാദ്യമേ പുത്രഗർഭോന്ന തിഷ്ഠേത്, ആദ്യ സന്താനം അലസിപ്പോകും സ്ത്രീകൾക്ക്. അപ്രകാരം ജനിച്ചു വീണ കുട്ടികൾക്കൊക്കെ വളരെയധികം അരിഷ്ടതകളുണ്ടാകും. നിർബന്ധമായും കുട്ടികളുടെ പേരിൽ കറുഹോമം ചെയ്യണം. ഒരു 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ വെണ്ണ നിവേദ്യം ചെയ്യണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. നന്നായി ബുധൻ്റെ മന്ത്രം ജപിക്കണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ. അപ്രകാരം വെണ്ണ നിവേദ്യം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക. പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന പരിഹാരമായി നിർബന്ധമായും ചെയ്യണം. ഭവേത്യസ്യമേത അർത്ഥസമ്പാദയത്രി, ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി മുഴുവനും ധനം സമ്പാദിക്കാനുള്ള ബുദ്ധിയായിരിക്കും. അതിനാൽ പലപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ബുധൻ നീചസ്ഥനാണ്. എടുത്തു ചാടി ഇൻവെസ്റ്റ്മെൻറ്റ് വിഷയത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ധനനഷ്ടങ്ങളുണ്ടാകും. എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു വർഷാപ്പായി കാര്യങ്ങളൊക്കെ പഠിച്ച് അപഗ്രഥിച്ച് മുന്നോട്ട് നീങ്ങിയാൽ പിന്നീട് വരുന്ന സമയങ്ങളൊക്കെ നന്നാകാൻ ആ ബുധൻ സപ്പോർട്ട് ചെയ്യും. ബുധേർ ഭണ്യതേ പഞ്ചമേ രൗഹിണേ, 5-ൽ ബുധൻ വരുമ്പോൾ തൻ്റെ എഴുത്ത്, രചനാത്മകമായ കഴിവ്, തൻ്റെ കലാവാസനകൾ, ഇതൊക്കെ പണ്ഡിതന്മാർ തന്നെങ്കിൽ പുകഴ്ത്തുമെന്നാണ്. അതിനാൽ റിസർച്ച് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ എഴുത്തുകാർക്കും ചിത്രകാരന്മാർക്കുമൊക്കെ തന്നെ നല്ലൊരു പ്രീതി, അപ്രീസിയേഷൻ
തങ്ങളുടെ ഗുരുജനങ്ങളിൽ നിന്നും ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കിയത് വിദ്യതേ കൈതവം സാഭിചാരം. പലപ്പോഴും ആഭിചാര കർമ്മങ്ങളുടെ കാശുണ്ടാക്കും. ഈ ഒരു 20 ദിവസക്കാലം ജ്യോതിഷികൾക്കും വൃശ്ചികൻ രാശിക്കാരായ ജ്യോതിഷികൾക്കും മാന്ത്രികർക്കുമൊക്കെ വളരെ നല്ലതാണ്. അവർക്ക് പല രീതിയിലും കാശുണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ആളുകളെ കൺകെട്ട് വിദ്യ പോലെ, മജീഷ്യനെ പോലെ ആളുകൾക്ക് മറയിലൂടെ അവരുടെ ബുദ്ധിയെ അപഹരിച്ചുകൊണ്ട് കാശുണ്ടാക്കാൻ നല്ല സമയമാണ് വൃശ്ചികൻ രാശിക്കാർക്ക്. അതിനാൽ വൃശ്ചികൻ രാശിക്കാരുടെ ദാരിദ്ര്യം ഈ 20 ദിവസക്കാലം കുറേയേറെ പരിഹരിക്കപ്പെടും. പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുക. നന്ദി, നമസ്തേ.